grace of God, God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാൻ സ്വർഗത്തിലെ സഹായത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഭൂമിയിൽ ദൈവജനം ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ജനത്തിന്റെ സംശയങ്ങൾ, അതോടൊപ്പം തന്നെ ജനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഈ പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വളരെയധികം കാര്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദൈവരാജ്യത്തിന്റെ ട്രെയിനിങ് ആയ ഈ പ്രോഗ്രാമിൽ ഇന്നും ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുമായാണ് ദൈവവചനം നാം ജനങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രയോജനകരമായി കാണുവാനായിട്ട് ഇടയായി. ഇന്ന് ജനത്തിന്റെ ചോദ്യവുമായി പ്രിയ ഷാജി സുന്ദരൻ പതിവ് പോലെ നമ്മളോട് കൂടെ സ്റ്റുഡിയോയിലുണ്ട്. പ്രിയ കർത്താസിനെ ഇന്ന് ജനത്തിന്റെ ഏത് ചോദ്യം ചോദിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടു, ദൈവരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യം. അതൊരു സ്ത്രീയെടുത്ത് 3 പറ മാവിൽ അത് മുഴുവനും പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അതിനെ നാം എപ്രകാരം ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു 2 or 3 പേരുടെ സാക്ഷ്യം വഴി ഏത് കാര്യം ഉറപ്പിക്കാമെന്ന്. അതിനനുസരിച്ച് നാം എപ്രകാരം ഉറപ്പിക്കാമെന്ന് കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നത്തിൽ കൂടെ നാം കഴിഞ്ഞ ആഴ്ച അത് ഉറപ്പിക്കുവാനിടയായി. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു: ഒരു കല്ല് നിലം തൊടാതെ വന്ന് ഒരു ബിംബത്തെ ഇടിച്ചു. ആ ബിംബം തകർന്നു പോയി. ആ പുളിപ്പ് 3 സ്റ്റേജുകൾ വളർന്നതുപോലെ ആ കല്ല് 3 സ്റ്റേജുകളായിട്ട് വളർന്നു. കല്ല് ഫസ്റ്റ് വന്ന കല്ല് പർവ്വതമായി, പർവ്വതം ഭൂമി മുഴുവനും വ്യാപിച്ചായിട്ട് നാം കാണുവാൻ വിശദമായിട്ട് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്: ആ നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് വിശദമായി അറിയുവാൻ ജനം ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വപ്നം എന്താണ്? കണ്ട സ്വപ്നം ഇതാണ്: തങ്കം കൊണ്ടും താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും കളിമണ്ണ് കൊണ്ടും നിർമ്മിച്ച ഒരു ബിംബം. ആ പല ഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് ദേവദാസന് വചനാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പറയുവാൻ കഴിയുന്നത്? പ്രൈസ് ഗോഡ്. പ്രിയരെ, അനുഗ്രഹീതമായ ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ബൈബിളിന്റെ ഒരു സംക്ഷിപ്ത രൂപം, ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇതിൽ ലഭിക്കപ്പെടുവാനായിട്ടിടയാകും. വെളിപ്പാട് പുസ്തകവുമായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന് ബന്ധമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ഡ്രാഗണെ കുറിച്ച് കാണിക്കുന്നു. 7 തലയുള്ള ഒരു ഡ്രാഗൺ. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ആ ദാനിയേൽ പ്രവാചകൻ എക്സ്പ്ലെയിൻ ചെയ്ത നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ ആ പ്രതിമ, ആ രൂപം. പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി, നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം താൻ മറന്നുപോയി. ആ ദേശത്തിലെ മന്ത്രവാദികളെ, വിദ്വാൻമാരെ വിളിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പറഞ്ഞു. അവർക്കതിന് കഴിഞ്ഞില്ല. അവരെ കൊല്ലുവാൻ കൽപ്പന കൊടുക്കുമ്പോൾ ദാനിയേൽ ഇതറിഞ്ഞു. ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവം ദാനിയേലിന് നെബൂഖദ്നേസർ രാജാവ് കണ്ട ഈ സ്വപ്നം തൻ്റെ ദർശനത്തിൽ, സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. നെബൂഖദ്നേസർ രാജാവിൻ്റെ അടുക്കൽ ദാനിയേൽ കടന്നു വന്ന് സ്വപ്നം വിവരിക്കുന്ന രംഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കേൾക്കുവാനായിട്ടിടയായത്. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: ഒരു വലിയ ഒരു ബിംബം. ആ ബിംബത്തിൻ്റെ തല സ്വർണം കൊണ്ടുള്ളത്, നെഞ്ചും അതിൻ്റെ കൈകളും വെള്ളി കൊണ്ടുള്ളത്, അര താമ്രം കൊണ്ടുള്ളത്, എന്നാൽ തൊട ഇരുമ്പ് കൊണ്ടുള്ളത്, കാല് താഴേക്ക് വരുമ്പോൾ പാതി ഇരുമ്പും പാതി കളിമണ്ണും. ഈ സമയത്ത് നിലം തൊടാതെ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് കടന്നു വരികയും ഈ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദത്തിൽ ഇടിക്കുകയും തുടർന്ന് ആ ബിംബം ധൂളി പോലെയായി പോവുകയും പൊടി പോലെയായി പോവുകയും സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും എല്ലാം ഒരുപോലെ തകർന്ന് കാറ്റ് അതിനെ പറത്തിക്കൊണ്ടുപോവുകയും അതില്ലാതാകുകയും ചെയ്തു. തുടർന്ന് ഈ വന്ന് ഇടിച്ച ആ കല്ല്, ഇതൊരു ചെറിയ കല്ലാണ്, പക്ഷെ ആ കല്ല് വളർന്നു ഒരു പർവ്വതമായി. പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു.
ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സമ്പൂർണമായ പദ്ധതിയാണ് അവിടെ സ്വർഗത്തിലെ ദൈവം നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത്. ആ കല്ല് പർവ്വതം ഭൂമി മുഴുവൻ നിറഞ്ഞു. അത് വേറൊന്നുമല്ല, ദൈവരാജ്യമാണ് ആ ഭൂമി മുഴുവൻ നിറഞ്ഞത്. ആ കല്ല് വന്ന് ഇടിച്ചു. അത് ഇടിച്ചപ്പോൾ അതിന് വലിയ ഒരു ചെറിയ കല്ലല്ലേ, പക്ഷേ ആ കല്ല് വളർന്നു. ഇതാണ് നമ്മൾ മത്തായി സുവിശേഷം 13:33 വാക്യത്തിലും ആ പുളിപ്പെടുത്ത് സ്ത്രീ 3 പറ മാവിൽ മറച്ചു വെച്ചു. പക്ഷെ അത് കൊച്ചു പുളിപ്പല്ലേ, സഹോദരിമാർക്കറിയാം. പക്ഷെ അതാ എപ്പോൾ പുളിപ്പ് മാവിൽ വീണോ അന്ന് മുതൽ മാവ് അപകടത്തിലാണ്. യേശു എന്ന് ഭൂമിയിൽ വന്നോ അന്ന് മുതൽ ഭൂമി ഭരിക്കുന്ന പിശാചിന്റെ രാജ്യം അപകടത്തിലാണ്. നമ്മുടെ ഉള്ളിൽ ലോകം കയറി കിടക്കുകയാണ്. ലോകം അപകടത്തിലാണ്. ഓരോ നിമിഷവും ലോകത്തിലേക്ക് ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും ഈ ലോകം ദൈവരാജ്യത്താൽ നിറയപ്പെടുവാനിടയാകും. ആ കല്ല് വളർന്ന് പർവ്വതം വളർന്ന് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞതുപോലെ ഈ ഭൂമി മുഴുവൻ ദൈവരാജ്യമാകപ്പെടാൻ പോവുകയാണ്. പക്ഷേ ആ കാണിക്കപ്പെട്ട സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും കളിമണ്ണും ഈ കാര്യങ്ങൾ ഇത് 5 രാജ്യങ്ങളെ കുറിക്കുകയാണ്, 5 കിങ്ഡങ്ങളെ കുറിക്കുകയാണ്. പക്ഷെ നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തി കൊടുത്തത് നെബൂഖദ്നേസർ തുടങ്ങിയേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പും 2 രാജ്യത്വങ്ങളുണ്ട്. ഒന്ന് ഈജിപ്ത്, മറ്റൊന്ന് അസീറിയ. അങ്ങനെ 7 രാജ്യത്വങ്ങളാണ് മൊത്തമുള്ളത്. ആ 7 രാജ്യത്വങ്ങൾ ഉള്ളതിൽ 2 രാജ്യത്വം നെബൂഖദ്നേസറിന് മുമ്പ് കഴിഞ്ഞുപോയി. അതുകൊണ്ട് അതിനെ ദൈവം വെളിപ്പെടുത്തിയില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സർപ്പത്തിന് 5 തലയല്ല 7 തലയുണ്ട്. അപ്പോൾ ആ 7 തലകൾ കാണിക്കുന്ന 7 രാജ്യത്വങ്ങളെയാണ്. പക്ഷെ ഇതിനെയൊക്കെ തകർത്ത് കർത്താവ് സ്വർഗരാജ്യം സ്ഥാപിക്കപ്പോൾ എവിടെ? അതിന്റെ പണി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ആ പണി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് വളരെ ആത്മാർത്ഥതയോടെ, കർത്താവിനോട് ആത്മാർത്ഥതയുള്ള തന്റെ മക്കളിലും അവരിലൂടെയും ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഇവിടെ ആ തല സ്വർണം കൊണ്ടുള്ളത് ദൈവവചനോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇതാണ്. അത് നെബൂഖദ്നേസർ രാജാവാണ്. എന്നാൽ താഴേക്ക് ആ വെള്ളി കൊണ്ടുള്ള നെഞ്ചും തൻ്റെ ഷോൾഡറും ഇത് കാണിച്ചിരിക്കുന്നത് മേദ്യ പേർഷ്യ രാജ്യത്തെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പല രാജാക്കന്മാരെക്കുറിച്ചും വായിക്കുവാനായിട്ട് ഇടയാകും. കോരശിനെ കുറിച്ച്, ദാര്യാവേശിനെ കുറിച്ച് നാം വായിക്കുവാനായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. തുടർന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ ബ്രാസ് കൊണ്ടുള്ള അല്ലെങ്കിൽ താമ്രം കൊണ്ടുള്ള അര അത് കാണിക്കുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ്. അലക്സാണ്ടർ ഭരിച്ചിരുന്ന രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം. തുടർന്ന് താഴേക്ക് ഇരുമ്പ്. ഈ ഇരുമ്പ് ആ ഇരുമ്പ് ഭാഗം കാണിക്കുന്നത് റോമ സാമ്രാജ്യത്തെയാണ്. രാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ കൈസർ എന്നുള്ള നാമത്തിൽ ഭരണം നടത്തിയിരുന്ന കാലം, യേശു ക്രിസ്തുവിന്റെ കാലം. തുടർന്ന് താഴേക്ക് ഇങ്ങോട്ട് വരികയാണ്. ഇതെല്ലാം കിങ്ഡങ്ങളാണ്. കിങ്ഡങ്ങൾ താഴേക്ക് വന്നു. കിങ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, കിങ് ഡൊമിനിയൻ, രാജാവ് ഭരിക്കുന്നു. അതെ. എന്നാൽ ഇനി കിങ്ഡം മാറാൻ പോവുകയാണ്. ഇനി മെറ്റല് മാറാൻ പോവുകയാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ മെറ്റല് മാറി പൊടിയാകും, മണ്ണാകാൻ പോവുക, മിക്സ് ആകാൻ പോവുകയാണ്. അതെ. നമ്മൾ താഴേക്ക് ഇത് വരുമ്പോൾ
ഏകാധിപത്യമുള്ള ഭരണങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മെറ്റലുകൾ മാറി മിക്സായി മണ്ണും കൂടി പൊടിയും കൂടി മിക്സാക്കാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം മെറ്റൽ റെപ്രസെന്റ് ചെയ്യുന്ന കിങ്ഡത്തെയാണ്, കിങ് ഡൊമൈൻ, രാജാവ് രാജ്യം ഭരിക്കുന്നു. പൊടി റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റൊന്നിനെയുമല്ല, ജനങ്ങൾ ഭരിക്കുന്നു. ഇന്ന് താഴേക്ക് നമ്മൾ നോക്കിയാൽ ഈ മെറ്റലുകൾ അല്ല, രാജാവ് രാജ്യം ഭരിക്കുന്നിടത്തൊക്കെ അതൊക്കെ മാറി ജനങ്ങൾ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പല രാജ്യങ്ങളിലേക്ക് നോക്കിയാട്ടെ, നേരത്തെ രാജഭരണം ഉണ്ടായിടത്ത് ഇന്നിപ്പോൾ രാജഭരണമല്ല, ജനങ്ങൾ ഭരിക്കാൻ തുടങ്ങി, ജനാധിപത്യമായി തുടങ്ങി. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനം ഭരിക്കുന്നു, കിങ്ഡം എന്ന് വെച്ചാൽ രാജാവ് ഭരിക്കുന്നു. ഇത് രണ്ടുകൂടി മിക്സ് ആയിട്ട് താഴേക്ക് വന്നിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ സാമ്രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയാട്ടെ, ഓരോ രാജ്യങ്ങളും നോക്കിയാട്ടെ. കഴിഞ്ഞ നാളുകളല്ല നേപ്പാളിൽ രാജ്യഭരണമായിരുന്നു, എന്നാലിപ്പോൾ രാജഭരണം മാറി നേപ്പാളിൽ ജനാധിപത്യമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇപ്പൊ നോക്കൂ, എല്ലാം പല മേഖലയിലും വളരെ അടി നടക്കുന്ന രംഗം കാണാം. എന്തിനാ ഈ അടി നടക്കുന്നത്? ന്യൂസ് പേപ്പർ ദിവസം എടുത്ത് നോക്കിക്കോ, എന്തിനാ ഈ അടി നടക്കുന്നത്? മെറ്റല് മാറി പൊടിയാകാനാ, ജനാധിപത്യം വരെ. മനസ്സിലാവുന്നുണ്ടോ? തിരുവചനം എത്രയോ സത്യമാണ് പ്രിയരെ, എത്രയോ സത്യമാണ്. ഇപ്പൊ നിങ്ങളുടെ അകം തിളയ്ക്കുന്നില്ലേ? വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവാ. ഒരേ ആത്മാവ് സംസാരിക്കുക. ചുറ്റും നിങ്ങൾക്ക് കാണാം ഏകാധിപത്യ ഭരണങ്ങൾ. രാജാവിന്റെ ഭരണം ഏകാധിപത്യമാണ്. രാജാവ് പറയുന്നു, ജനമനുസരിക്കുന്നു. അങ്ങനെയുള്ള ഭരണങ്ങൾ മാറി, മെറ്റലുകളെല്ലാം മാറി ഇതാ പൊടിയിലേക്ക് വരികയാണ്. ചുറ്റും ഓരോ ആഴ്ചകളിലും ഓരോ മാസങ്ങളിലും കേൾക്കാം, ഇന്ന ഭാഗത്ത് അധികാരം മാറി, ഇന്ന ഭാഗത്ത് അധികാരം മാറി. മനസ്സിലാവുന്നുണ്ടോ? ചില രാജാക്കന്മാരെ തൂക്കിക്കൊന്നു, അവിടെ ജനാധിപത്യമായി. പലരെയും പല രീതിയിൽ. പ്രിയരെ, ഈ സമയത്താണോ കല്ല് വരാൻ പോകുന്നത്? മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ഈ സമയത്ത് ആ നിലം തൊടാതെ കല്ല് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നേ. യേശു ക്രിസ്തുവിന്റെ വരവ്. ദൈവവചനം യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ പറയാം, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതിനകത്ത് കിങ്ഡം അവന്റെ തോളിലാണ്. സ്വർഗരാജ്യമാകുന്ന ആ കല്ല് യേശു വന്ന് ഇട്ടിക്കുകയാണ്. ഇത് ഫിസിക്കലായിട്ട് വരുന്ന രംഗമാണ് പറയുന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്പിരിച്വലായിട്ട് വന്നു, ഇടിച്ചു. സ്പിരിച്വൽ കിങ്ഡം പിശാചിന്റെ തകർത്തു. ഇനി യേശു വരും, ഇതേപോലെ വെറ്റരിടി, അന്ന് ഫിസിക്കൽ കിങ്ഡം തകരും. വെളിപ്പാട് പ്രാപിക്കുന്നു അനേകരും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, അങ്ങനെ യേശു 2000 വർഷങ്ങൾക്ക് വന്ന് ഇടിച്ചു. അത് സ്പിരിച്വലായിട്ടുള്ള ഇടി. തുടർന്ന് അതേ യേശു പറഞ്ഞു, ഞാൻ പോയി മടങ്ങി വരും. ആ മടങ്ങി വരും. അപ്പോൾ ഒരു ഇടി നടക്കും. അപ്പോൾ കല്ല് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നിടിച്ചതാ. യേശു തിരിച്ചു വരുമ്പോൾ ഈ കല്ല് പർവ്വതമായിരിക്കണം. യേശു തിരിച്ചു വരുമ്പോൾ ഈ കല്ല് പർവ്വതമായിരിക്കണം. യേശുവിന്റെ വരവെങ്കിൽ ഈ പർവ്വതം ഭൂമി മുഴുവൻ നിറയും. ഭൂമിയിൽ അന്നാളിൽ ആ പാദം വന്നിട്ട് 10 വിരളായിട്ട് മാറിയിരിക്കുന്ന കണ്ടോ? ആ മനുഷ്യന്റെ പാദം, ബിംബത്തിന്റെ പാദം 10 വിരള 5, ഒരു കാലിൽ 5, മറു കാലിൽ 5. ഈ 10 വിരൽ കാണിക്കുന്ന 10 രാജാക്കന്മാരാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് അന്നാളിൽ അത്യുന്നതനായ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അതാണ് ആ പർവ്വതം വളർന്നത്, ഈ ഭൂമി മുഴുവൻ നിറയുന്നത്. യേശു ക്രിസ്തു ന്യൂഡൽഹി അല്ല, ന്യൂയോർക്ക് അല്ല, അബുദാബി അല്ല,
യെരുശലേം തലസ്ഥാനമാക്കി ആമേൻ. ഈ ഭൂമി മുഴുവൻ വാഴുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. തന്റെ രാജ്യം സ്ഥാപിക്കുവാനിടയാകും. ആമേൻ. അന്ന് ആരെല്ലാം യേശുവിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ അവരും ചേർന്ന് യേശുവിനോടുകൂടെ ഭരിക്കും. ആമേൻ. നീ ഒന്നുകൊണ്ട് 10 നേടിയോ, നീ 10 പട്ടണങ്ങളെ ഭരിച്ചുകൊള്ളുക. ആമേൻ. നീ ഒന്നുകൊണ്ട് 5 നേടിയോ, 5 പട്ടണങ്ങളെ ഭരിച്ചുകൊള്ളുക. യെസ്. പക്ഷെ നീ ഒന്നും നേടിയില്ലയോ, അവരെക്കുറിച്ച് പറയാൻ പോലും എനിക്ക് വിഷമമാണ്. തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി ദൈവം നിന്ന് താലന്ത് അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നവരെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ 2 ഉപമകളിലും പറയുവാനായിട്ട് ഇടയായി. ദുഷ്ടനും മടിയനുമായ ദാസനെ. പേരെ അങ്ങനെ നാം ആകരുത്. ആമേൻ. പകരം ഇത്ര മനോഹരമായി ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. താൻ എങ്ങനെ പറഞ്ഞു അതേപോലെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. അതെ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നാളത്തെ പേപ്പറിൽ വരാൻ പോകുന്ന കാര്യം ഇന്നത്തെ ബൈബിളിൽ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. ദൈവം വർഷങ്ങൾക്ക് മുമ്പ് ആ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ സമയം ഒറ്റ കാര്യം മാത്രം പ്രിയരെ ചെയ്യുക. കുഞ്ഞേ, നിന്റെ അകത്ത് വന്നു വീണ ആ സ്വർഗരാജ്യമാവുന്ന ആ കല്ല്, ആമേൻ. യേശുവാകുന്ന ആ കല്ല്, യേശു സ്വർഗരാജ്യം കൊണ്ട് വന്നത്, ആ കല്ല് ആത്മാവിൽ മാത്രം നിൽക്കാതെ അത് നിന്റെ ദേഹിയിലേക്ക്, നിന്റെ മനസ്സിലേക്ക് വളരട്ടെ. ആമേൻ. മനസ്സിലേക്ക് വളരട്ടെ. നിന്റെ മനസ്സിലേക്ക് അത് വളർന്നാൽ കുഞ്ഞേ, നിന്റെ സ്വഭാവം മാറുവാനിടയാണ്. എന്റെയും നിങ്ങളുടെ സ്വഭാവം മാറുവാനായിട്ടിടയാണ്. തുടർന്ന് ആ കല്ല് വളർന്നൊരു പർവ്വതമായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഉള്ള യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാനിടയാകില്ല. പ്രിയരെ, ഈ തിരുവചന പുസ്തകം ഇതിനെ ബന്ധപ്പെടുത്തി പറയുന്നു. ഇത് നാം മനസ്സിലാക്കിയാൽ ഇതേ വളർച്ച ഈ തിരുവചന പുസ്തകത്തിലുണ്ട്. അതെ. ആ പുളിപ്പ് 3 പുറമാവിൽ വ്യാപരിക്കുന്നത് പോലെ, ആ കല്ല് 3 സ്റ്റേജുകളിൽ വളരുന്നത് പോലെ തിരുവചന പുസ്തകവും 3 സ്റ്റേജുകളിലാണ് ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നത്. പുളിപ്പ് 3 സ്റ്റേജായിട്ട് വളരുന്നത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ കല്ല് 3 സ്റ്റേജായിട്ട് വളരുന്നത് മനസ്സിലാക്കി. ഇപ്പോൾ കർത്താവിദാസൻ പറഞ്ഞു തിരുവചന പുസ്തകവും വേദപുസ്തകവും 3 സ്റ്റേജായിട്ട് നമുക്ക് വളരുന്നതായിട്ട് കാണുവാൻ സാധിക്കുമെന്ന്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? 3 സ്റ്റേജായിട്ട് 3 സ്റ്റേജായിട്ടാണ് ഈ തിരുവചന പുസ്തകവും തൻ്റെ പ്രവൃത്തികൾ വളർത്തുവാനിടയാകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാനിടയാകും. പക്ഷേ നിങ്ങളൊരു ധ്യാനത്തിന് വേണ്ടി ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ടോപ്പിക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, അപ്പസ്തോല പ്രവൃത്തികളിൽ ഒന്നാം പറമാവ് പൊളിച്ചു, കല്ല് വന്ന് ഇടിച്ചു. അത് നമ്മളെ ഇടിച്ചതോടുകൂടെ നമ്മുടെ അകത്ത് ആത്മാവിൽ ദൈവരാജ്യം നിറഞ്ഞു. ലേഖനങ്ങളിൽ ലേഖനം നാം അനുസരിച്ചാൽ ഈ പുളിപ്പ് 2ാം പറമാവിലേക്ക്, ദേഹിയിലേക്ക്, മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ കല്ല് നമ്മുടെ ഉള്ളിൽ പർവ്വതമായി മാറും. ഇത് ലേഖനങ്ങളിൽ നടക്കുന്നു. ആമേൻ. 3ാം പറമാവ് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വന്ന് സ്വർഗീയ ശരീരമാകുന്നത് പോലെ ഈ കല്ല് വളർന്ന് പർവ്വതമായി, പർവ്വതം ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ വ്യാപരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശുവിന്റെ വരവിങ്കൽ ആമേൻ
നമ്മളുടെ ആ പുളിപ്പ് മൂന്നാം പറമാവിലേക്ക് വ്യാപരിച്ചതുപോലെ, പർവ്വതം ഭൂമി മുഴുവൻ നിറഞ്ഞതുപോലെ, നമ്മളുടെ ആത്മാവിലും ദേഹിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവരാജ്യം നമ്മുടെ ശരീരത്തിലേക്കും വ്യാപരിക്കുവാനിടയാണ്. ആമേൻ. സ്തോത്രം. ഇതുപോലെ കർത്താവ് യേശുവിൻ്റെ ദിവസം നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാണ്. പ്രിയരെ, അനുഗ്രഹീതമായ വെളിപ്പാടുകൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. തുടർന്ന് ഈ ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ അറിഞ്ഞില്ല എന്ന് ചിന്തിച്ച്, ഈ ലോകത്തുള്ളത് മാത്രം ചിന്തിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാതെ ഈ സമയങ്ങളിൽ നിത്യമായതിനെ നോക്കിക്കൊണ്ട് അസ്വർഗരാജ്യം ഭൂമിയിൽ പണിയുവാൻ കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ നാളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു രൂപത്തിൻ്റെ അന്തരത്തിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആ കല്ല് നമ്മുടെ അകത്ത്, അസ്വർഗരാജ്യം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പർവ്വതമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. അവൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ആത്മാവ് അത് ചെയ്യുവാനായിട്ടിടയാണ്. ഭൗതികത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം അതെല്ലാം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നാം നിൽക്കുന്നുവെങ്കിൽ അതെല്ലാം നമുക്ക് പ്രാപിക്കുവാനിടയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വലിയ കരം ഈ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ അങ്ങ് ഇടയാക്കിയാട്ടെ. അത്ഭുത കരങ്ങളിലേക്ക് ഈ മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അനുഗ്രഹീത കരങ്ങളിലേക്ക് ഈ മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയ പിതാവേ, കേട്ട വചനപ്രകാരം 3 രീതിയിൽ കർത്താവേ അങ്ങ് കാര്യങ്ങൾ ഉറപ്പിച്ചു കൊടുത്തു. പുളിച്ച മാവ് 3 രീതിയിൽ വളരുന്നതായിട്ട് അങ്ങ് കാണിച്ചു. ആ കല്ല് 3 രീതിയിൽ വളരുന്നതായിട്ട് അങ്ങ് കാണിച്ചു. വേദപുസ്തകം 3 രീതിയിൽ വളരുന്ന പ്രവൃത്തിയെ അതിൽ കാണിച്ചു കൊടുത്തു. പ്രിയ പിതാവേ, ഇനിയും ആരും കർത്താവെ ഹൃദയം കഠിനമാക്കിയിരിക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാ ഹൃദയ കാഠിന്യവും ഇപ്പോൾ മാറി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ ആത്മാവരോട് ഇടപെടണമേ. പൂർണ്ണമായവരെ കർത്താവെ അങ്ങയുടെ പാതയിൽ മാറ്റുവാൻ ഇടയാണ്. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവരെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഇഷ്ടം നിറവേറ്റാൻ സഹായിച്ചാട്ടെ. ഇപ്പോൾ ഈ ജനത്തിന്റെ എല്ലാ താൽക്കാലിക ആവശ്യങ്ങളുടെ പേരും അങ്ങയുടെ മഞ്ഞും മഴയും വീഴുവാൻ ഇടയാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ദാരിദ്ര്യം മാറിപ്പോവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ശാപങ്ങൾ മാറിപ്പോവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടേതായ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും, ശരീരത്തിലെ എല്ലാ രോഗങ്ങളും മാറിപ്പോവാനിടയാകട്ടെ. യേശുവിന്റെ സൗഖ്യം മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. അവന്റെ അടിപ്പെടാനുള്ള സൗഖ്യം മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. യഹോവ റാഫയുടെ അനുഗ്രഹങ്ങൾ മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. പ്രിയ പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ട് ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നത്. ബലഹീനർ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനം. പ്രിയരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരങ്ങൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിന് വലിയ വിടുതൽ തന്നു. ആത്മീയമായി വലിയ വിടുതൽ എനിക്ക് തരുവാനായിട്ട് ഇടയായി. ശരീരമായിട്ട് ഞാൻ വിടുതൽ പ്രാപിച്ചു. സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ എഴുന്നേറ്റാട്ടെ. ദൈവം അനുവദിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ പഴയ എപ്പിസോഡുകൾ, ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡുകൾ വളരെ അനുഗ്രഹപ്രദമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ കരസ്ഥമാക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 ഡിവിഡികൾ അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. മനുഷ്യൻ ഓടുകയാ എന്തിന്റെ പുറകെ? ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. ഈ ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്തിലെ നമുക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞു എന്നുള്ള സത്യം കർത്താവ് യേശു പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. പ്രിയ കുഞ്ഞെ, നീ എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് നീ വിചാരപ്പെടല്ലേ. നിനക്കിത് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ ദൈവത്തിന് അറിയാം. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്.
നീ ആദ്യം എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. ആദ്യം ദൈവരാജ്യം നീ അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് വേണ്ടതെല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി ഒരുക്കാൻ പോവുകയല്ല, അവിടെ ഒരുക്കി കഴിഞ്ഞു. ഞാൻ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദത്തിന് വേണ്ട സകലതും ഒരുക്കിയതിനു ശേഷമാണ് ഞാൻ ആദത്തെ ഉണ്ടാക്കിയതെങ്കിൽ നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ട സകലതും ഞാൻ ഒരുക്കി കഴിഞ്ഞു. നീ അതിന്റെ പുറകെ അല്ല ഓടേണ്ടത്. നീ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. നീ ദൈവരാജ്യം അന്വേഷിക്കുക, എന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുക, അതനുസരിച്ച് നീ പ്രവർത്തിക്കുക. എങ്കിൽ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതെല്ലാം തക്ക സമയത്ത് നിന്റെ വഴിയിൽ വന്നിരിക്കും. നീ നാളത്തെ ഓർത്ത് വിചാരപ്പെടരുത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. ആമേൻ. അതിന്റെ പേരാ വെളിപ്പാട്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക.